ഇന്ന് ഈ മാസത്തെ ലീവിന് പുറത്തു പോകുന്ന ദിവസമാണ്. എനിക്ക് മാസത്തിൽ ഒരു ലീവാണ് കിട്ടുന്നത്. അതുപോലും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരു ഡെസേർട്ട് ഏരിയയിലായതുകൊണ്ട് ഇവിടുന്ന് വണ്ടികൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കഴിഞ്ഞ മാസം നോമ്പായതുകൊണ്ടാണ് എനിക്ക് തീരെ വണ്ടി കിട്ടാതിരുന്നത്. ഞായറാഴ്ചയാണ് ഞാൻ അധികം ലീവ് എടുക്കാറുള്ളത്. ഞായറാഴ്ച ലീവ് എടുക്കുമ്പോൾ തലേ ദിവസം ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നും സ്ഥലം വിടും. അങ്ങനെ പോയാലേ മുതലാവുള്ളൂ. ഞാൻ ഇറങ്ങാൻ നേരത്താണ് പാഴ്സൽ വണ്ടി വന്നത്. ഇവിടുന്ന് അടുത്ത മാസം 2 ആൾ നാട്ടിൽ പോകുന്നുണ്ട്. അവരുടെ കുറച്ച് ലഗേജ് പാഴ്സലായിട്ട് നാട്ടിലേക്ക് അയക്കുകയാണ്. 6:30 മണിക്ക് മെയിൻ്റനൻസിൻ്റെ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ കയറിയിട്ട് പുറത്തേക്ക് പോകാനാണ് പ്ലാനിങ്. അങ്ങനെ റിയാറിൻ്റെ ആൾക്കാർ പോയി. ഇനി ബസ് 7 മണിയാകുമ്പോഴാണ് വരുന്നത് പറഞ്ഞത്. 7 മണിയാണോ 7:30 ആണോ എന്നറിയില്ല. ഇനി ഇവിടുന്ന് നേരെ ബർദുബായിലേക്കാണ് പോകുന്നത്. ബർദുബായിക്കാണ് 67-ാം നമ്പർ ബസ് ലിസേലിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇപ്പം സമയം 7 മണിയാവാനായി. 6:45 കഴിഞ്ഞ്. ഒന്നുകിൽ 7 മണിക്കാണ് ബസ്, അല്ലെങ്കിൽ 7:30ക്കാണ് ബസ്. എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ടൗണിൻ്റെ പേരാണ് ലിസേലി. ഇവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് 7 മണിക്കോ 7:30ക്കോ ബസ് ഉണ്ടെന്നാണ്. 7 മണിയായിട്ടും 7 മണിൻ്റെ ബസ് കാണാനില്ല. 7:10 വരെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് സമയമായപ്പോൾ ഞാൻ നേരെ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. തൊട്ട് മുന്നിൽ തന്നെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്, ഒരു ഒതുങ്ങിയ പള്ളി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചെറിയ പള്ളി കാണുന്നത്. 7:30 മണിയാകുമ്പോഴത്തേനും ബസ് സ്റ്റോപ്പിൽ തിരിച്ചെത്തണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ സുഹൃത്ത് ബസ്സിൻ്റെ സമയം 7 മണി 7:30 എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ബസ് സ്റ്റോപ്പിലുള്ള സമയം ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാനി ഉണ്ടായിരുന്നു. മൂപ്പരും ദുബായിക്ക് പോവാണ്. അങ്ങേര് അഫ്ഗാനിസ്ഥാനിലെ ഏതോ ലോക്കൽ ഭാഷയിൽ എന്നോട് കുറേ സംസാരിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്കറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷും ഉറുദുവൊക്കെ മിക്സാക്കി ഞാൻ മൂപ്പരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. കുറച്ചപ്പുറത്തുള്ള പള്ളിയിലെ ഇമാമാണ് അദ്ദേഹം. അങ്ങനെ കുറച്ച് സമയം ബസ് സ്റ്റോപ്പിലിരുന്നപ്പോൾ എനിക്ക് ബസ്സിൻ്റെ സമയമൊക്കെ പറഞ്ഞു തന്ന തൃശ്ശൂർക്കാരൻ റിബിന് പണിയൊക്കെ കഴിഞ്ഞ് വന്നു. കാത്തിരുന്ന് ലാസ്റ്റ് റിബിന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. 7 മണിക്ക് ബസ് വരും പറഞ്ഞത്. സംഭവം ബസ്സിൻ്റെ സമയം മാറ്റിയതാണ്. അത് അവന് പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ ബസ് സ്റ്റോപ്പിലെത്തി നോക്കിയിട്ടില്ല. 7:30 മണി കഴിഞ്ഞിട്ടും ബസ് കാണാതായപ്പോൾ അഫ്ഗാനിസ്ഥാനി എണീറ്റ് പോയി. ബസ് കാത്തിരുന്ന് അവസാനം അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടാ. മൂപ്പര് തപ്പ വരാ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാണ്ട് പോയി. മൂപ്പർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇതാണ് ലിസേലിൻ്റെ അവസ്ഥ. ബസ് വരണമെന്നുണ്ടെങ്കിൽ മണിക്കൂറോളം കാത്തിരിക്കണം. അഫ്ഗാനിസ്ഥാനിൽ പോയ ശേഷമാണ് ബസ് സ്റ്റോപ്പിലുള്ള സമയം ഞാനൊന്ന് ചെക്ക് ചെയ്യണത്. വൈകുന്നേരം 6:30 മണിക്ക് ബസ് പോയാൽ പിന്നെ വരുന്നത് രാത്രി 9:30 മണിക്കാണ്. ഇപ്പോൾ സമയം 7:45. ഇനിയും ഒരുപാട് സമയമുണ്ട്. ഞാൻ കയ്യിൽ ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് അത് കുടിച്ച് അവിടെ ഇരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ നോക്കി അങ്ങനെ സമയം ചിലവഴിച്ചു. പിന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ റൂമിലുള്ള അൻബർക്ക ജോലിൻ്റെ ഭാഗമായിട്ട് അതുവഴി വന്നു. അപ്പോഴാണ് ഞാനവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടത്. മൂപ്പര് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. എന്നോടും പോരണോ എന്ന് ചോദിച്ചു. ബസ് വരാൻ 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനില്ലയെന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യം 9:30 മണിയായപ്പോൾ ബസ് വന്നു. കൂടെ ബസ്സിൽ കയറാൻ 2 ബംഗാളികളും ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഇവിടെ പോസ്റ്റ് ആയിരുന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഞാൻ വേഗം ബസ്സിൽ കയറി ഒരു സീറ്റ് ഉറപ്പിച്ചു. ബസ് ഗുബൈബയിലേക്കാണ് പോകുന്നത്. ഗുബൈബയുടെ പഴയ പേരാണ് ബർദുബായ് എന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ബുർജുമാനിൽ ഇറങ്ങിയിട്ട് കരാമയിലേക്ക് പോകണം. കരാമയിൽ എൻ്റെ സുഹൃത്തുണ്ട്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബുർജുമാനിൽ ബസ് ഇറങ്ങി അവിടെ നിന്നും കരാമയിലെ മെട്രോ സ്റ്റേഷനായ ADCBയിലേക്ക് കയറി. ബുർജുമാനിൽ നിന്ന് ADCBയിലേക്ക് കുറച്ച് നടക്കാനുള്ളൂ. പക്ഷേ ക്ഷീണം കൊണ്ട് ഞാൻ മെട്രോ തന്നെ പോയത്.
അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാതെ രണ്ടാൾ വന്നത്. എൻ്റെ സുഹൃത്തിനെ ചെറുതായിട്ട് നേരത്തെ അറിയാം. അങ്ങനെ അവർ വന്ന് എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫുഡിൻ്റെ പൈസ വരെ അവരാണ് പേ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിൽ പോയി നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പോൾ 10 മണിയായി. ഇപ്പോൾ 10 മണിയായപ്പോൾ ഞാൻ എണീച്ച് ഇങ്ങോട്ട് ചായ കുടിക്കാൻ പോകും. അവരൊക്കെ നല്ല ഉറക്കമാണ്. ഈ ഞായറാഴ്ചകളിൽ ഇവിടെയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ നല്ല ഉറക്കമാണ്. കാരണം അത്രയും ദിവസം ഒരു രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് പോകുന്നത് ഫുൾ ഓട്ടമായിരിക്കും. അപ്പോൾ അവർ ആ റെസ്റ്റ് തീർക്കുന്നത്, അപ്പോൾ ആ ഒരു ക്ഷീണം തീർക്കുന്നത് ഈ ഞായറാഴ്ചയാണ്. നമുക്ക് പിന്നെ അവിടെ രാവിലെ 6 മണിക്ക് 7 മണിക്കൊക്കെ എണീച്ച് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്രീ ആണ്, നമ്മളുടെ മൈൻഡ് ഫ്രീ ആണ്. ഇവിടുത്തെ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാതും ഓഫാണ്. ഇവിടുത്തെ ഹോട്ടലുകൾ തുറന്നിട്ടൊന്നും കാര്യമില്ല, കഴിക്കാനാളില്ല. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ കിടന്നുറങ്ങും. ചില ഹോട്ടലുകളൊക്കെ കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള കഫേരിയിൽ പോയിട്ട് ഒരു സാൻഡ്വിച്ചും ഒരു കോഫിയെ കുടിച്ച് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇതാണ് കരാമ. കരാമ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടില്ല, കരാമൻ്റെ ഒരു സൈഡ്, കരാമ സ്ട്രീറ്റ്. ഇവിടെ കുറേ ഫുഡും കാര്യങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഇതാണ് ഇന്നലെ സംഭവിച്ച ട്രാജഡി എന്ന് പറയുന്നത്. ഇനി മേലിൽ ഞാൻ ടൈം കൺഫേം ചെയ്യാതെ ഒരു ബസ്സും കാത്തിരിക്കില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ആഴ്ചയിൽ അവിടുത്തെ ബസ്സിൻ്റെ ടൈം അപ്ഡേറ്റ് നമുക്ക് നോക്കി വെക്കണം. അല്ലെങ്കിൽ ഇതുപോലെ 8ൻ്റെ പണി കിട്ടും. ഓരോ യാത്രയും ഓരോ അനുഭവമാണെന്നാണല്ലോ. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് ഇങ്ങനൊരു അനുഭവം കിട്ടി. സോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ജാസി, ബൈ. ഇന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇന്നത്തെ ബാക്കി വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം.